ത്തിൻ്റെ വചനം അനേകർ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം, ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ഒരു മിന്നലൊളി, ഒരത്ഭുത വെളിച്ചം, ഒരത്ഭുത പ്രകാശം അവൻ്റെ മേൽ പതിച്ചു. അവൻ്റെ ജീവിതവുമായി ഉണ്ടായിരുന്ന എല്ലാ ഇരുട്ടും മാറിയത് ആ അത്ഭുത വെളിച്ചം പതിച്ചപ്പോഴാണ്. കാടൻ സ്വഭാവമായി പീഡിപ്പിച്ചും ഉപദ്രവിച്ചും മറ്റുള്ളവർക്ക് ഭാരമായി ജീവിച്ചിരുന്ന സാവൂൾ, വലിയ ആളാണ്, വലിയ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സാവൂൾ, ആ അത്ഭുത വെളിച്ചം വന്ന് തൊട്ടപ്പം രാവും പകലും പോലെ സാവൂൾ മാറി, പൗലോസായി മാറി. മാറ്റം സാധ്യമാണ്. ഒരത്ഭുത വെളിച്ചം വന്നപ്പോഴാ ആ മനുഷ്യനിലുണ്ടായിരുന്ന ഇരുട്ടിനെ ദൈവം മാറ്റിയത്. പ്രിയരെ, ഓരോ വചനവും നിന്റെ ജീവിതത്തിൽ എത്തിക്കുന്ന ഒരു അത്ഭുത വെളിച്ചമുണ്ട്. എൻ്റെ ഉയർച്ചയെ വലിച്ചു താഴ്ത്തുന്ന, എൻ്റെ നന്മയെ ഇല്ലാതാക്കുന്ന, എനിക്ക് ലഭിക്കുന്ന ചില ഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ, ഇരുട്ടിൻ്റെ ശക്തിയെ മുട്ടുകുത്തിക്കാൻ ഈ വെളിച്ചം ആവശ്യമാണ്. ഈ വചനത്തിലൂടെ ഈ അത്ഭുത വെളിച്ചം നിന്നെ തൊടട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഈ അത്ഭുത വെളിച്ചം നിന്റെ കുടുംബത്തെ തൊടട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഈ അത്ഭുത വെളിച്ചം എൻ്റെ മുമ്പിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ മേൽ ഇന്ന് തൊടട്ടെ. അത്ഭുത വെളിച്ചം, ഒരു മിന്നലൊളി, ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നിന്റെ മേൽ ഈ വെളിച്ചം തൊടട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന ഇരുട്ട് മാറാൻ ഈ വെളിച്ചം കാരണമാകട്ടെ. ഞാനിത് പറയുമ്പോഴേ ചിലർ പറയും, എൻ്റെ വീട്ടിൽ ഒരു എന്തോ ദോഷമുണ്ട്, ഞങ്ങളുടെ വീടിനെന്തോ കുഴപ്പമുണ്ട്, വീടിനകത്ത് മന്ത്രങ്ങളുടെയോ തന്ത്രങ്ങളുടെയോ ഒക്കെ എന്തൊക്കെയോ ദോഷം കിടപ്പുണ്ട്, എത്ര കിട്ടിയാലും ഒന്നും തികയുന്നില്ല, എന്നും വഴക്ക, എന്നും അസ്വസ്ഥതയാ, ഈ വീടിനകത്തൊരു സമാധാനമില്ല, ഈ വീടിനകത്തൊരു സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞ് വീടിനെ ഓർത്ത്, വീടിരിക്കുന്ന സ്ഥലത്തെ ഓർത്ത് പല ചിന്തകളോടും ആകുലതകളോടും കൂടെയൊക്കെ ഇരിക്കുന്നവരുണ്ടോ? പറ, സാവൂളിൻ്റെ മേൽ അന്ന് അയച്ച ആ വെളിച്ചം കർത്താവ് ഇന്ന് എൻ്റെ ഈ ഭവനത്തിൻ്റെ മേൽ അങ്ങ് അയക്കണമേ. എൻ്റെ ഭവനത്തിനകത്ത്, വീടിൻ്റെ 4 മൂലയിലും ദൈവം അങ്ങയുടെ ആയുധങ്ങളെ, ദൂതന്മാരെ നിർത്തി ആ വീടിൻ്റെ ഇരുട്ടിനെ മാറ്റണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് ഇരിക്കുന്ന ഇരുട്ടിനെ മാറ്റണമേ. വ്യക്തികളിലുണ്ട് ഇരുട്ട്, വ്യക്തികളിലുണ്ട് തലതിരിഞ്ഞ ചിന്തകൾ. എന്തു നന്മ പറഞ്ഞാലും തിന്മയായിട്ടേ അവരെടുക്കത്തുള്ളൂ, ദോഷമായിട്ട് അവരെടുക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും, ദേഷ്യ സ്വഭാവം, മല്ലു സ്വഭാവം, വാശി, ദേഷ്യം, പക, പലതും മനസ്സിൽ ഇരുട്ടുപോലെ അടിഞ്ഞുകൂടിയ മനുഷ്യരുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവേ, സാവൂളിൻ്റെ മേൽ അയച്ച ആ ദിവ്യ വെളിച്ചത്തെ, ആ അത്ഭുത വെളിച്ചത്തെ, ആ മിന്നലൊളിയെ ഈ വചനത്തിലൂടെ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, എൻ്റെ മക്കളുടെ മേൽ അയക്കണമേ. ആ മിന്നലൊളി, ആ അത്ഭുത വെളിച്ചം, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേൽ ഉണ്ടാകണമേ. ആ മിന്നലൊളി കർത്താവ് രോഗിയായി ആ അവസ്ഥയിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മേലന്ന് അയക്കണമേ. ആ മിന്നലൊളി ആ രോഗിയായിരിക്കുന്ന ആ അമ്മയുടെ മേൽ അയക്കണമേ. കർത്താവെ, പ്രശ്നത്തോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന, ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഈ അത്ഭുത വെളിച്ചം ഇന്ന് തൊടാൻ ഇടയാകട്ടെ. ആ അത്ഭുത വെളിച്ചം ഇന്ന് നിങ്ങളെ തൊടാൻ ഇടയാകട്ടെ. ഈ വചനം ആരുടെയൊക്കെ ജീവിതങ്ങളിൽ എത്തുന്നോ, ആരൊക്കെ ഇത് കേൾക്കുന്നോ, ആരൊക്കെ ശ്രദ്ധിക്കുന്നോ, അവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ ആ വെളിച്ചം ചെല്ലട്ടെ.
അനുഗ്രഹത്തിൻ്റെ ആ വെളിച്ചം ഇന്ന് എന്നിലേക്ക് വരണം പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവെ സാവൂളിൻ്റെ മേൽ അങ്ങ് അയച്ച ആ വെളിച്ചം എൻ്റെ മേൽ അയക്കണമേ. സൗൾ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ആ വെളിച്ചം വന്നപ്പോൾ താഴെ വീണു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. കാലൊടിഞ്ഞെന്നോ കൈയൊടിഞ്ഞെന്നോ തല പൊട്ടിയെന്നോ പരിക്ക് പറ്റി കിടപ്പായെന്നോ അല്ല കേട്ടത്. സൗളിൻ്റെ ചിന്തകൾ മാറിയെന്നാണ്. മനസ്സ് മാറി, മനോഭാവം മാറി, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നിന്നെ തൊടുമ്പോൾ ചില തീരുമാനങ്ങൾ നീ എടുക്കാൻ തുടങ്ങും. ചിലതൊക്കെ വേണ്ടെന്നങ്ങ് വയ്ക്കും, ചില കാര്യങ്ങളെ ഉപേക്ഷിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും. ചില കാര്യം ചെയ്യാൻ ദൈവം പറയും, ചില കാര്യം തീരുമാനിക്കാൻ പറയും. ചില തീരുമാനങ്ങൾ തെറ്റാണെന്ന് പറയും. ചില കാര്യങ്ങളിൽ ചില വിവേകം നിനക്ക് കിട്ടും, ചില മുന്നറിവുകൾ നിനക്ക് കിട്ടും. ചില കാര്യങ്ങളിൽ ദൈവം കൈപിടിച്ച് നടത്തും. ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്ക്, ചിലതൊക്കെ ഉപേക്ഷിക്ക്. അതൊക്കെയുള്ള ദൈവകൃപ ഈ വെളിച്ചം വരുമ്പോൾ കിട്ടും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറും. ഇരുട്ടെത്ര ശക്തമാണേലും ഈ വെളിച്ചം വരുമ്പോൾ പാടെ മാറിപ്പോകും. തിന്മയുടെ ശക്തി മുട്ടുകുത്തും. അന്ധകാര ശക്തികളുടെ ചെങ്ങലക്കൂട്ടങ്ങൾ പൊട്ടിത്തകർന്ന് താഴെ വീഴും. ദൈവത്തിൻ്റെ ശക്തി വരട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയാ, കർത്താവെ അങ്ങ് അയച്ച ആ ദിവ്യ വെളിച്ചം ഇന്ന് എൻ്റെ മേൽ അയക്കണമേ. കർത്താവ്